വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻറ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് മങ്കട ഇൻഡിപെൻഡൻസ് സോക്കർ ക്ലബ്ബ് ഓഫീസിലാണ്. നാളെ അതായത് 14-ാം തീയതി വൈകിട്ട് ഇവിടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് പന്തുരുണ്ട് തുടങ്ങുകയാണ് മങ്കട ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിൽ. ഈ ടൂർണമെൻറ്റിൻ്റെ സംഘാടകർ നമ്മോടൊപ്പമുണ്ട്. അതായത് 28 വർഷമായി ഈ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. 5 വർഷത്തോളമായി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു വരുന്നു. അതുകൂടാതെ വർഷങ്ങളായിട്ട് മഴക്കാല ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ച് നാടിനെ ആവേശം പകരുന്ന ആളുകൾ കൂടിയാണ് ഈ ഇൻഡിപെൻഡൻസ് ക്ലബിൻ്റെ ഭാരവാഹികൾ. ഇൻഡിപെൻഡൻസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും ഈ ടൂർണമെൻറ്റ് കമ്മിറ്റി ജനറൽ കൺവീനറുമായ പി ടി അബ്ദുൽ സലാം നമ്മോട് ചേരുകയാണ്. ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് നിങ്ങളുടെ ക്ലബ്ബ്. ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ സംഘാടനത്തെക്കുറിച്ചും അതിൻ്റെ മറ്റു ക്ലബ്ബുകളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാം. ഈ ടൂർണമെൻറ്റ് ഈ സീസണിലെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ടൂർണമെൻറ്റാണ്. നമ്മളെ GVHSS PTA ആഭിമുഖ്യത്തിൽ മങ്കട ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇൻഡിപെൻഡൻസ് സോക്കർ ക്ലബ്ബുമായി ചേർന്നാണ് നടത്തുന്നത്. 2024 നവംബർ 14-ാം തീയതി വ്യാഴാഴ്ചയാണ് ആ മഹോത്സവം തുടങ്ങുന്നത്. പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ ക്ലബ്ബ് നടത്തിയിട്ടുണ്ട്. 28 വർഷമായിട്ട് പല രീതിയിലുള്ള വികസന പരിപാടികൾ സ്കൂളിനും വേണ്ടിയിട്ടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് മങ്കടയിലും പരിസര പ്രദേശങ്ങളിലും വളർന്നു വരുന്ന ഫുട്ബോൾ തലമുറക്ക് ഒരു അക്കാദമി തുടങ്ങുക എന്നതാണ് ഞങ്ങളെ ലക്ഷ്യം. അതൊരു വലിയ ലക്ഷ്യമാണ്. അത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു വലിയ ലക്ഷ്യം ഒരു ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഞങ്ങളിവിടെ ഇൻഷാ അല്ലാഹ് നടപ്പാക്കും. അതാണ് ഞങ്ങളെ ഒരു എയിം. അതിന് ഞങ്ങൾ പിന്മാറില്ല. അത് ഒറ്റക്കെട്ടായിട്ട് മങ്കടയിലും പരിസര പ്രദേശങ്ങളിലും എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് അത് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കും. അതാണ് ഇപ്പോൾ ടൂർണമെൻറ്റിൻ്റെ സംഘാടനം, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, അതിൻ്റെ ഒരുക്കങ്ങൾ എവിടെ വരെ? അതായത് ഈ പ്രാവശ്യത്തെ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ ഗാലറിയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഫെഡലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും വെളിച്ചം ഒട്ടും കുറവില്ലാത്ത രീതിയിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക പവലി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഒതുങ്ങുന്ന ഒരു പ്രൈസാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റിൽ ടിക്കറ്റിൽ ഇട്ടിട്ടുള്ളത്. എത്രയാണ് ടൂർണമെൻറ്റ് ടിക്കറ്റ്? 50 രൂപയാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. വളരെ തുച്ഛമായ ഒരു നിരക്കാണ് 50 രൂപയ്ക്ക്. ആവേശകരമായ കാൽപന്ത് കളിയുടെ ആവേശം നെഞ്ചിലേറ്റുന്ന മങ്കടക്കാർക്ക് വേണ്ടി ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കുന്ന കാൽപന്തിൻ്റെ മഹോത്സവത്തിൽ വെറും 50 രൂപയ്ക്ക്, ഒരുപക്ഷെ കേരളത്തിൽ എവിടെയുമില്ലാത്ത 50 രൂപയ്ക്കാണ് ഈ സ്റ്റീൽ ഗാലറിയിലിരുന്ന് കളി കാണാൻ സാധിക്കുക. ഏകദേശം കേരളത്തിൽ അറിയപ്പെടുന്ന ക്ലബ്ബുകൾ തന്നെ ഈ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നുണ്ടാവും. 20 പ്രഗത്ഭരായ ടീമുകൾ അണിനിരത്തിയാണ് ഈ ടൂർണമെൻറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഫുട്ബോൾ പ്രേമികൾക്ക് മോശമില്ലാത്ത രീതിയിൽ ഒരു കളി കാണുന്ന രീതിയിലായിരിക്കും ആവേശം നിറഞ്ഞ ഒരു കളി അവർക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഇപ്പോൾ ഈ നിങ്ങളുടെ സംഘാടകർ ആരൊക്കെയുണ്ട് നിങ്ങളോടൊപ്പം? ഈ സംഘാടകരെയും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം. അവരുടെ പേരുകളൊന്ന് പറയാം. പിന്നെ ടോമ കെയറിൻ്റെയും നമ്മളെ മുഖ്യ രക്ഷാധികാരികൾപ്പെട്ട സമത് പറച്ചിക്കോട്ടിൽ, നമ്മളെ സ്വദേശി പ്രസിഡൻറ്റ് ആലങ്കാട് ഷാജി, ഞങ്ങളുടെ ക്ലബിൻ്റെ സെക്രട്ടറിയാണ് UP നൗഷാദ്, രക്ഷാധികാരി പിന്നെ സുരേട്ടനെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സുരേന്ദ്രൻ അറിയാമല്ലോ. അവരെല്ലാം അറിയപ്പെടുന്നതിൻ്റെ മങ്കട എന്ന് പറഞ്ഞാൽ സുരേട്ടൻ അറിയാത്തവരുണ്ടാവില്ല. TT അബ്ബാസാഖിനെ കുറിച്ചും പറയേണ്ടതില്ല. പഴയകാല യൂണിവേഴ്സിറ്റി താരങ്ങളാണ്. TT മണി അവരൊക്കെ ട്രഷററാണ്. പോരാത്ത് നല്ല ഒരു ഫുട്ബോൾ ഈ ക്ലബിന് വേണ്ടി ആദ്യം മുതൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ വിദേശ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ നാസർ ത്യാഗരാജൻ ഞങ്ങൾ രക്ഷാധികാരിയാണ്. ഇവരൊക്കെയാണ് ഞങ്ങളെ പ്രചോദനം.
അതായത് കാൽപന്തിനെ നെഞ്ചിലേറ്റിയ മങ്കടക്കാരുടെ മനസ്സിൽ ഒരിക്കലും വിട്ടുമാറാതെ ഓർമ്മകളായിട്ട് എല്ലാ കാലത്തും നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. സുരേന്ദ്രൻ മങ്കട, അതുപോലെ തന്നെ ടി അബ്ബാസ്, ഇവരൊക്കെ കാൽപന്ത്, അതായത് ലക്കി സ്റ്റാർ, ആലുവ, വലിയ വലിയ ക്ലബ്ബുകളിൽ കളിച്ച് ബൂട്ടണിഞ്ഞ് കാണികളെ ആവേശം കൊള്ളിച്ചിട്ടുള്ള പഴയകാല താരങ്ങളായിരുന്നു. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വരും തലമുറയിലെ ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വലിയൊരു അക്കാദമി ഇവിടെ ആരംഭിക്കുന്നു. അതിന് PT ഗ്രൂപ്പും അതുപോലെ മറ്റുള്ളവരും ഒരുപോലെ സാമ്പത്തിക സഹായം ചെയ്യൽ മാത്രമല്ല ഒപ്പം നിൽക്കൽ കൂടി ഉണ്ടാകുമെന്ന് അവർ ഉറപ്പു നൽകുന്നുണ്ട്. ഏതായാലും ഈ ഈ ഇൻഡിപെൻഡൻസ് ക്ലബിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നാടിന്, ഈ കേരളത്തിന് തന്നെ മാതൃകയായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഫുട്ബോൾ മാമാങ്കം വലിയൊരു ഉത്സവമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ അക്കാദമി വലിയൊരു വിജയമായി മാറട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നിള 24 ലൈവ് ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഈ നാളെ മുതലുള്ള മത്സരങ്ങളിൽ എല്ലാ പ്രേക്ഷകരും, ഒരുപക്ഷെ ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുകയാണ്, മങ്കടയിലെ ഫുട്ബോൾ മാമാങ്കം കാണാൻ വെറും 50 രൂപയ്ക്ക് സ്റ്റീൽ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് കളി കാണാം. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഉണ്ടാകും. ഈ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ഭാരവാഹികൾ ക്ഷണിക്കുന്നുണ്ട്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട്, നിള 24 ലൈവ്.